ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് എൻ്റെ പ്രിയരെ, ഈ സമയം നീ വിശ്വസിക്കുക, നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ ശുശ്രൂഷ സമയം പോട്ടാശ്രമത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനയുടെ അത്ഭുതകരമായ സ്വർഗശക്തി നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ നിൽക്കുന്ന മണ്ണിൽ, നീ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ വെളിപ്പെടട്ടെ. നീ എവിടെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സ്വർഗശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കുന്നു, നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കണം. യെസ്, ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഹോളി സ്പിരിറ്റ്, സ്വർഗത്തിൻ്റെ ശക്തി എൻ്റെ മേൽ സംഭവിക്കുന്നു. ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥയുടെ മേൽ കാറ്റടിക്കുന്നു, സ്വർഗക്കനല് പറന്നിറങ്ങുന്നു. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയം തന്നെ എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഇത് ഞാൻ അനുഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 29, 30, 31. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40, 40-ാം അധ്യായം വേഴ്സ് 29, 30, 31. 40-ാം അധ്യായം 29. നല്ല വചനാണ്, നല്ല വചന, വായിച്ചോണം. 40-ാം അധ്യായം അതിൻ്റെ 29, 30, 31. 29-ാം വചനം വായിച്ചേ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവന് അവിടുന്ന് എന്ത് നൽകും? ബലം നൽകും. ബലം, ബലം. തളർന്നവന് ബലം നൽകും. അടുത്തത്, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. കണ്ടോ, തളർന്നവൻ എന്ത് കിട്ടും? ബലം. ദുർബലൻ എന്ത് കിട്ടും? ശക്തി. നമുക്ക് വേണം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ, നീ തളർന്ന വ്യക്തിയാണോ, ദുർബലമായ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണോ? നിനക്ക് വേണ്ടത് ബലം, ശക്തി വേണം. ഇതാ വചനം നിന്നോട് പറയാണ്, നിന്റെ തളർന്ന അവസ്ഥയിൽ, ദുർബലമായ അവസ്ഥയിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ പറ ആമേൻ, ആമേൻ. 30-ാം വചനം വായിച്ചേ. 30 വായിച്ചേ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. കണ്ടോ, യുവാക്കൾ എന്ന് പറഞ്ഞാൽ യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആർജവത്തിൽ ഇരിക്കേണ്ട പ്രായം. അവർക്ക് പോലും ക്ഷീണം സംഭവിക്കാം. വചനം പറയുന്നത് യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. അടുത്ത കേട്ടെ. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. നീ തളർന്നു പോകാം, ശക്തിയേറ്റ് പോകാം. എന്നാൽ അടുത്ത വചനം വായിച്ചു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് മനുഷ്യ സഹജമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യൗവന കാലഘട്ടം, ചെറുപ്പമെന്ന് പറയുമ്പോൾ നല്ല ഊർജ്ജസ്വലമായിട്ടിരിക്കേണ്ട പ്രായത്തിൽ, ആ പ്രായത്തിൽ പോലും, അതായത് ഏറ്റവും ബെസ്റ്റ് ടൈമെന്ന് നീ കരുതുന്ന പ്രായത്തിൽ പോലും നീ തളർന്നു പോയേക്കാം, നീ വീണേക്കാം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വചനം നൽകുന്നു, വീണ്ടും ശക്തി പ്രാപിക്കും. നീ ഇപ്പൊ ചിലപ്പോൾ ക്ഷീണിച്ചായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നീ വീണ്ടും ശക്തി പ്രാപിക്കും. എന്നിട്ട് വചനം പറയുന്നു, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ട് കൈകളും ഇങ്ങനെ തുറന്നു പിടിച്ച രണ്ട് കൈകളും തുറന്നല്ല, ഇങ്ങനെ പക്ഷിയൊക്കെ ചിറകിങ്ങനെ വിരുത്തിയ പോലെ. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്നടിച്ച് അമ്പട കൊള്ളാം, ചിറകടിച്ച് നമ്മൾ ഉയരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൈയൊന്നും പൊക്കാൻ മേലല്ലേ, പൊക്കാൻ പറ്റും ചേച്ചി. കർത്താവ് ബലം നൽകും. വിശ്വസിച്ചോ,
കഴുകന്മാരെ പോലെ നമ്മൾ ചിറകടിച്ച് പറന്നുയരും. വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓട്ടമുണ്ട് കേട്ടോ, ഓട്ടമുണ്ട്, പക്ഷേ ക്ഷീണിക്കുകയില്ല. നടക്കണം, നടപ്പുണ്ട്, പക്ഷെ നീ വീണു പോകത്തില്ല. ഓട്ടമില്ലെന്നല്ല, ഓട്ടം ഉണ്ടെന്ന്. ഭാരം ഇനി നിനക്കുണ്ടാവില്ല എന്നല്ല, ഭാരമുണ്ട്, പക്ഷേ നിനക്കെന്ത് കിട്ടും? ആശ്വാസം കിട്ടും. ഈ ഭാരം വഹിക്കാനുള്ള കരുത്ത് കിട്ടും, നിനക്ക് ശക്തി കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വർഗം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നീ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കണം. ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തളർന്നു കിടക്കാൻ, മരവിച്ച് കിടക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മറിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ നിനക്ക് കർത്താവ് ബലം നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, നീ ചിറകടിച്ചുയരണം. നീ ചിറകടിച്ചുയരണം. പറഞ്ഞു കൊടുത്തേ, ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ. അതിന് മനസ്സിലായില്ല, ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ. നീ ചിറകടിച്ചുയരണം. പ്രായമുള്ള അമ്മച്ചി ഇങ്ങനെ നോക്കുവാ എന്നെ, ഇനി എന്നാ ചിറകടിക്കാനാ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല, വിഷമം സഹിക്കാൻ പറ്റണില്ല, പിന്നെ എങ്ങനെയാച്ചാ? എൻ്റെ സഹോദരി അമ്മച്ചി, ദേ ഈ വചനം അങ്ങോട്ട് വിശ്വസിച്ചോ. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കഴുകന്മാരെന്ന് പറയുന്നത് ഒരു പ്രയോഗമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാവുന്ന മറ്റൊരു വചനം പറയാം. അത് സങ്കീർത്തന പുസ്തകം 103:5, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 103 വേഴ്സ് 5. സങ്കീർത്തനം 103:5 ഒരു വചനമുണ്ട്. അത് കഴുകന്മാരെ പോലെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. വായിച്ചേ, സങ്കീർത്തനം 103 വചനം 5. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. അതായത് കഴുകന്മാരെ പോലെ. മറ്റൊരു വചനം വായിച്ചാലോ? നല്ലൊരു വചനമുണ്ട്. അത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാം തിരുവചനമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 4. പുറപ്പാട് പുസ്തകം 19:4. ഈജിപ്തുകാരോട് വായിച്ചോ. ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കഴുകന്മാര് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ഉദ്ദേശിക്കുന്നത് വീണ്ടും നിനക്ക് ശക്തി ലഭിക്കുന്ന ഒരു ഇമേജ് നിന്റെ മുമ്പിലേക്ക് നൽകുകയാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും ഈ കഴുകന്റെ ജീവിതത്തെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ആക്ച്വലി അത് ശാസ്ത്രീയമല്ല, പക്ഷേ ഈ ഒരു വിഷയം പലപ്പോഴും മനസ്സിലാക്കുന്നതിന് വേണ്ടി കേട്ടിട്ടുള്ള ഒരു കഥ. അതായത് പ്രസംഗ രൂപത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നൊരു കഥാതന്തു ഇങ്ങനെയുണ്ട്. അതായത് ഒരു കഴുകൻ്റെ പ്രായം ഒരു 40 വയസ്സൊക്കെ എത്തുമ്പോൾ കഴുകൻ ക്ഷീണിക്കുമെന്ന് പറയുന്നത്. കഴുകൻ വല്ലാണ്ടാവും. കഴുകൻ്റെ ബലങ്ങൾ 3 മേഖലകളിലാണ്. ഒന്ന് കഴുകൻ്റെ ചുണ്ട്, 2 കഴുകൻ്റെ നഖം, മറ്റ് കഴുകൻ്റെ തൂവലുകൾ. അപ്പോൾ കഴുകന് ബലം കൊടുക്കുന്ന ഈ 3 കാര്യങ്ങളിലും കഴുകന് ബലം നഷ്ടപ്പെടും. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. 40 വയസ്സോ അച്ഛാ, 80 എപ്പോൾ പോകുന്നറിയാൻ മേല. 40 ഒന്നും അല്ല അച്ഛാ. ഇവിടെ ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഭൂരിഭാഗം പേരും 40-നപ്പുറമുള്ളവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പേടിക്കണ്ട, കഴുകനെ കുറിച്ചാണ് പറയണേ. ഈ കഴുകന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ശാസ്ത്രീയമല്ല, പക്ഷേ നമ്മളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു കാര്യം. ഈ കഴുകന്റെ 40 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് കഴുകന്റെ മുമ്പിൽ വല്ലാത്തൊരവസ്ഥ അങ്ങോട്ട് തിറങ്ങുകയാണ്. കാരണം ഈ ചുണ്ടിൻ്റെ ബലം കുറയും. കഴുകന്റെ ചുണ്ടിൻ്റെ ബലം കുറയും. അതോടൊപ്പം തന്നെ നഖത്തിന് അത്രത്തോളം നാളുണ്ടായിരുന്ന ശക്തി അങ്ങോട്ട് കുറയും. തൂവലുകൾക്ക് ഭാരം കൂടും. പിന്നെ ചിറകടിച്ച് പറന്നുയരാൻ പറ്റാത്ത വണ്ണം ഭാരമാകും. ഇങ്ങനെ എത്തുന്ന ഘട്ടത്തിൽ
ഈ കഴുകന്റെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, സാവധാനം ശക്തിയേറ്റ് ഈ കഴുകൻ മരണത്തിന് ഇരയാവുക. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് കഴുകന്റെ മുമ്പിൽ വീണ്ടും ശക്തി പ്രാപിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ്. അതിങ്ങനെയാണ്: അപ്രകാരം വേദനാജനകമായ ഒരു മാറ്റത്തിലൂടെ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന കഴുകൻ ഏതെങ്കിലും മലമുകളിലേക്ക് കഷ്ടപ്പെട്ട് പറന്നുയർന്ന് ഏകാന്തതയിൽ പോയി ഇരിക്കും. എന്തിനെന്നറിയോ? അവിടെ ഇരുന്ന് ഈ ചുണ്ട്, ബലം കുറഞ്ഞ ചുണ്ട്, ആ പാറയിൽ കൊത്തി 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 ആ ചുണ്ട്, ബലം കുറഞ്ഞ ചുണ്ട് അത് പിഴുതു കളയും. എന്നിട്ട് നാളുകൾ കാത്തിരിക്കും പുതിയൊരു ചുണ്ട് രൂപപ്പെട്ടു വരുന്നത് വരെ. പുതിയൊരു ചുണ്ട് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ആ ചുണ്ട് ഉപയോഗിച്ച് ഈ ചിറകെല്ലാം സാവധാനം അങ്ങ് പിഴുതു കളയാൻ തുടങ്ങും. സ്വന്തം ശരീരത്തിലെ ചിറക് തൂവലുകൾ പിഴുതു കളയുമ്പോൾ അത്രമേൽ വേദന ഏറ്റെടുക്കുന്ന ഒരു കഴുകൻ അവിടെ ഇരുന്ന് സാവധാനം ആ വേദനാജനകമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ആ ചുണ്ടുപയോഗിച്ച് കാൽപാദത്തിലെ നഖം അത് വളഞ്ഞതും അതോടൊപ്പം തന്നെ ബലം കുറഞ്ഞതുമായ നഖത്തെ അതിങ്ങനെ കൊത്തിപ്പെറുക്കി കളയും. നാളുകളിങ്ങനെ കാത്തിരുന്ന് കഴിയുമ്പോൾ ആ കാത്തിരിപ്പിൻ്റെ അവസാനം പോലെ വീണ്ടും ചിറക് തൂവലുകൾ സാവധാനം പൊട്ടിമുളച്ച് വളരും. സാവധാനം നഖം ഇങ്ങനെ പൊട്ടിമുളച്ച് വളരും. വീണ്ടും ബലം പ്രാപിക്കും. കഴുകൻ ഇങ്ങനെ വീണ്ടും വർഷങ്ങളോളം അനന്തവിഹായസിൽ ഇങ്ങനെ വീണ്ടും ചിറകടിച്ച് ഇങ്ങനെ ഉയരും. എന്ന് പറഞ്ഞാൽ വേദനാജനകമായ ഒരു ജീവിത തീരുമാനത്തിന്റെ ഭാഗമായി കഴുകൻ വീണ്ടും ചിറകടിച്ചുയരും. ശ്രുതി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ശാസ്ത്രീയമല്ല, പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഇങ്ങനെ വേദനാജനകമായ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പ്രചോദനാത്മകമായി നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇന്ന് നീ ക്ഷീണത്തിലാണെങ്കിൽ, ഇന്ന് നിനക്ക് ഭാരം കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന് നീ എവിടെയെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ശാന്തമായിട്ടിരുന്ന് ചില കാര്യങ്ങൾ കൊത്തിപ്പറിക്കാൻ, ചില കാര്യങ്ങൾ വേദനാജനകമായി പിഴുതു കളയാൻ, ജീവിതത്തിൽ ചില ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ തൂവലുകൾ കൊത്തിപ്പറിച്ച് കളയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വേദനാജനകമാണ്. നമുക്കതിന് വലിയ താല്പര്യമില്ല. സത്യം അതാണ്. ഞാനൊരു സഹോദരനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം ധ്യാനകേന്ദ്രത്തിലല്ല, ഞാനൊരു പള്ളിപ്പെരുന്നാളിനാണ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ധ്യാനത്തിനൊക്കെ വാ. അപ്പോൾ പുള്ളി പറഞ്ഞ് ധ്യാനകേന്ദ്രമൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ വരികയില്ല. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല, ധ്യാനത്തിന് വന്നാൽ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ശൈലികളൊക്കെ മാറ്റണ്ടേ? ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഉള്ള എൻ്റെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഇച്ചിരി വെള്ളമടി, ഇച്ചിരി ആ കലാപരിപാടി, ഇതൊക്കെ മാറ്റി വയ്ക്കണ്ടേ? അത് പറ്റത്തില്ല. ധ്യാനത്തിന് വരാത്തതിൻ്റെ കാരണം എന്താ? ആ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറേണ്ടി വരുമെന്ന് പേടി കൊണ്ട് ഇയാൾ വരാത്തതാണ്. സത്യം, ഇയാൾ പറഞ്ഞതാ, അച്ഛാ ഞാൻ ധ്യാനത്തിന് വരാത്തതിൻ്റെ കാരണം ഇതാണ്. ഞാനിതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവമൊക്കെ മാറ്റണ്ടേ? നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിചയത്തിലുള്ള ചിലരെയൊക്കെ നിങ്ങൾ ധ്യാനത്തിന് ക്ഷണിക്കുമ്പോൾ വരാത്തതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. അതായത് ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറണ്ടേ? അതിന് താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ധ്യാനത്തിന് വരാൻ, സ്വഭാവം മാറാൻ വേദനാജനകമായ കാര്യമാണ്. അതിന് താല്പര്യമില്ല. പള്ളിപ്പെരുന്നാളിലൊക്കെ പൊക്കോളാം, വേറെ കൊച്ചു കൊച്ചു പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്തുകൊള്ളാം. എൻ്റെ പ്രിയരെ, കഴുകൻ ചെയ്തതുപോലെ സ്വയം മാറിയിരിക്കാൻ, ഒറ്റപ്പെടലും വേദനയും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് സ്വയം ശരീരത്തിലെ തൂവലുകളൊക്കെ പിഴുതെറിഞ്ഞ് ആ വേദനാജനകമായൊരു പ്രോസസ് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? വീണ്ടും യൗവനം നിനക്ക് വീണ്ടെടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ,
അതാണ് യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. സങ്കീർത്തകൻ 103:5 നമ്മളെ പഠിപ്പിച്ചത് നിന്റെ യൗവനം കഴുകൻ്റെതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ എൻ്റെ പ്രിയരെ. ഈ വചന ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് ഏറ്റു പറഞ്ഞേ. സങ്കീർത്തനം 103:5 നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോ. എൻ്റെ പ്രിയരെ, ഓരോരുത്തരും ചിന്തിക്കുക. പല വിഷയങ്ങളിലും ഭാരപ്പെട്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ചിറകടിച്ചുയരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഭാരം കൂടി, തൂവലുകൾക്ക് ഭാരം കൂടി, നടക്കാൻ വയ്യാണ്ടായി. പലതരത്തിൽ ഭാരം, മക്കളെക്കുറിച്ച് ഭാരം, സാമ്പത്തിക ഭാരം, രോഗപീഠ, ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം തീർന്നുവെന്ന ചിന്ത. എന്നാൽ ഇതാ കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം പണിതുയർത്തുന്നു. നീ ഭാരപ്പെടാതെ ജീവിക്കാൻ, നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയം നാവ് തുറന്ന് വിളിക്കട്ടെ. ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ. നിന്റെ ഭാരമെല്ലാം കർത്താവിന് കൊടുക്കുക. നിന്റെ ഭാരമെല്ലാം കർത്താവിന് കൊടുക്കുക. നിന്റെ മേൽ കർത്താവ് ഇടപെടുന്ന സമയം ഈശോ നിന്നെ ക്ഷണിക്കുന്നു. ഭാരം വഹിച്ചിടുന്നവരേ, വരുവിൻ എന്നരികെ, നിങ്ങൾ കരുളാം ആശ്വാസം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മത്തായി സുവിശേഷം 11:28 നിന്നെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ പക്കൽ വന്ന് ചേരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. ഈശോ ക്ഷണിക്കുന്നു. ചേർന്ന് പാടിക്കേ. അധ്വാനിപ്പവരേ, ഭാരം വഹിച്ചിടുന്നവരേ, വരുവിൻ എന്നരികെ, നിങ്ങൾ കരുളാം ആശ്വാസം. അധ്വാനിക്കുന്നവരെ പാടാം. അധ്വാനിപ്പവരേ, ഭാരം വഹിച്ചിടുന്നവരേ, ആമേൻ. വരുവിൻ എന്നരികെ, നിങ്ങൾ കരുളാം ആശ്വാസം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ ഭാരത്തിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടാൻ യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം ഇതാ 29, 30, 31. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും നിറയപ്പെടട്ടെ. ഭാരം വഹിക്കുന്ന ഓരോ വ്യക്തിയിലും നിറയട്ടെ. വിഷമിക്കുന്ന ഓരോ അവസ്ഥയിലും നിറയട്ടെ. നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് നിറയട്ടെ, സങ്കടത്തിലേക്ക് നിറയട്ടെ, അഭിഷേകമായിട്ട് മാറട്ടെ, ഒരു പുതിയ കൃപയായിട്ട് മാറട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയിലേക്ക് നിറയട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ ഈശോ ക്ഷണിക്കുന്നു. ആശ്വാസം ഈശോ നൽകുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ കർത്താവ് പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്ന ഒരു നല്ല കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നിനക്ക് ആശ്വാസം നൽകുന്നു. വിശ്വസിക്കണം. എന്നിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നു. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,
രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധമായ പരമദീപികാരുണ്യത്തിന്റെ മുമ്പിലും നമ്മുടെ അധ്വാനങ്ങളും ഭാരങ്ങളും സമർപ്പിച്ച് നമ്മളൊന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിന്റെ ഇന്നോളമുള്ള അവസ്ഥകൾ കർത്താവ് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് നൽകട്ടെ. കർത്താവ് വലിയൊരു ആശ്വാസം നൽകട്ടെ. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ ചൊരിയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേൽ കർത്താവിന്റെ ഒരു പുതിയ കൃപ നിറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28ഉം 29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ ശുശ്രൂഷ സമയം കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ അതെന്താണോ അത് ഈ അൾത്താരയിൽ സമർപ്പിക്കുക. വല്ലാതെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന അനേകര് ദാ ഇവിടെയുണ്ട്. നിന്റെ വിഷമത്തിൽ, നിന്റെ സങ്കടത്തിൽ ഈശോ ആശ്വാസം നൽകാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിന്റെ വിഷമങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും. ഒരുപക്ഷെ ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് താളം തെറ്റിയ അവസ്ഥയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. ജീവിതത്തിൽ വല്ലാത്ത ഭാരം. ഈ അധ്വാനം നിന്റെ ഭാരവും നീ ചുമന്നുകൊണ്ട് നീ ക്ഷീണിക്കരുത്. മറിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ കർത്താവ് നിനക്കൊരു കൃപ നൽകുകയാണ്, വലിയൊരു ആശ്വാസം നൽകുകയാണ്. ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ഭാരം നീ കർത്താവിനെ ഭരമേൽപ്പിക്കുക. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. മകളെ ഓർത്തും മകനെ ഓർത്തും ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ആ ഭാരം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. വലിയ വിഷമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരൊക്കെയുണ്ട്. വളരെ വലിയ വിഷമം, വീട്ടിൽ നടന്ന ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം അത്രമേൽ ലജ്ജ കൊണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരി, ഇത് സഹോദരിക്കുള്ളൊരു സന്ദേശമാണ്. കുടുംബത്തില് ലജ്ജാകരമായ കാര്യം നടന്ന് അത് പുറത്തു പോലും പറയാൻ പറ്റാത്ത വണ്ണം നാണക്കേട്. പക്ഷേ ഈ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. ഈ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. വളരെ കൺഫ്യൂഷൻ, സംശയിച്ച് വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെയുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, വളരെ വിഷമം. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു, നിനക്ക് ആശ്വാസം നൽകുന്നു. കം ടു മീ all you that are weary and are carry heavy burdens, come to me, I will give you rest, I will give you rest. Yes, ഈശോ നിനക്ക് റെസ്റ്റ്, നിനക്ക് ആശ്വാസം നൽകാൻ ആഗ്രഹിക്കുകയാണ്. ചില രോഗപീഠകൾ ഉണ്ടായതിൻ്റെ പേരിൽ വല്ലാണ്ട് വിഷമിച്ച് എന്നെ ദൈവം പോലും ഉപേക്ഷിച്ചോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചിലരെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിന്നോടാ പറയണം, നീ വിഷമിക്കേണ്ട. യു കം ടു മീ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിന്റെ വിഷമങ്ങൾ എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തളർന്നവന് കർത്താവ് ബലം നൽകും, ദുർബലന് ശക്തി കിട്ടും കർത്താവ് നൽകും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം 29, 30, 31. യുവാക്കൾ തളരാം, ശക്തിയേറ്റ് വീഴാം, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. എൻ്റെ സഹോദരി സഹോദര, സമർപ്പിക്ക്. കടബാധ്യതയുടെ നടുവിൽ വിഷമിക്കുന്നവരെ നീ സമർപ്പിക്ക്. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. സമർപ്പിക്ക്. കർത്താവേ, ഈ അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു. ജീവിതം ഓട്ടമത്സരം പോലെ ഓട്ടമുണ്ട്, പക്ഷേ നീ ക്ഷീണിക്കില്ല, നീ തളർന്നു പോവില്ല,
നിനക്ക് കർത്താവ് ആശ്വാസം നൽകും. വിശ്വസിക്കുന്ന ഓരോരുത്തരും തമ്പുരാന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ, എഴുന്നേറ്റ് നിൽക്കട്ടെ. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ കർത്താവ് നിനക്ക് കൃപ നൽകും. എഴുന്നേറ്റ് നിൽക്കുന്ന സഹോദരങ്ങൾ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയരെ, നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്, നമുക്ക് വിളിക്കാൻ ഒരു പേരുണ്ട്, നമുക്ക് ഈശോ എന്ന് വിളിക്കാൻ ഒരു പേരുണ്ട്, നമ്മളെ രക്ഷിക്കാൻ ഒരുവനുണ്ട്. നീ ഒറ്റപ്പെട്ടു പോയവനല്ല, നീ വെറുക്കപ്പെട്ടവനല്ല, നീ വഴിയില്ലാതെ കിടക്കുന്നവനല്ല, മറിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ വിളിക്കുന്നു. കം ടു മീ, ഐ വിൽ ഗീവ് യു റെസ്റ്റ്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ആ ഈശോയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചേ, നാവ് തുറന്ന് വിളിച്ചേ, ഹൃദയം തുറന്ന് വിളിച്ചേ. ഈശോ നിന്നിൽ ഇടപെടട്ടെ, അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ, ഒരു കൃപ കർത്താവ് നൽകട്ടെ. യെശയ്യായുടെ പ്രവചനം 41:10 ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി, എന്റെ ഈശോയെ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഈ പാട്ട് പാടുന്ന സമയത്ത് തന്നെ, ഞങ്ങൾ കൈകൾ അടിക്കുന്ന സമയത്ത് തന്നെ ഇത് ഞങ്ങളിൽ സംഭവിക്കട്ടെ. വിശ്വസിച്ച് കൈയടിച്ചേ, വിശ്വസിച്ച് കൈയടിച്ചേ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. കർത്താവ് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ മേലുള്ള ഭാരത്തിൽ കർത്താവ് അങ്ങ് ഇടപെടുന്നു. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു. യെസ്, വിശ്വസിച്ച് കൈയടിച്ചേ. മോശയോട് കർത്താവ് പറഞ്ഞ വാഗ്ദാനം സംഭവിക്കട്ടെ. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. കൈയടിച്ചു ചേർന്നു എല്ലാവരും. പോരാ, നല്ല കൈയടി. ആമേൻ, ആമേൻ. യെസ്, സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. കർത്താവേ, കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടി. സംഭവിക്കട്ടെ. ആമേൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടി. എങ്ങനെ? കഴുകനെ പോലെ ചിറകടിച്ചുയരും. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടേ. കൃപയാലേ, ആമേൻ. കൃപയാലേ, കൃപയാലനുദിനവും, കൃപയാലേ, കൃപയാലേ, ആമേൻ. കൃപയാലേ, കൃപയാലനുദിനവും, കൃപയാലേ, കൃപയാലേ, ആമേൻ. കൃപയാലേ, യെസ്, കൃപയാലനുദിനവും, കൃപയാലേ, കൃപയാലേ, ആമേൻ. കൃപയാലേ, കൃപയാലനുദിനവും, സംഭവിക്കട്ടെ. കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും, ആമേൻ. കൃപയാലേ, കൃപയാലേ. കൃപയാലനുദിനവും, കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും. ഒറ്റ കാര്യം, കൃപ, കൃപ കൊണ്ട് മാത്രം. യെസ്, കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനം. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയേ, ഈശോയേ എന്ന് വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തിയിലേക്ക് ചൊരിയപ്പെടട്ടെ. നിൽക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരു പുതിയ കൃപ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് അനേക കൃപ നൽകുന്നു. നിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. നീ തളർന്നാലും കർത്താവ് പറയുന്നു, നിന്നെ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ കർത്താവ് കൃപ നൽകും. കർത്താവിന്റെ കൃപ നിന്റെ മേൽ സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവേ, പൗലോസ്ലീഹായ്ക്ക് ലഭിച്ച കൃപ സംഭവിക്കപ്പെടട്ടെ. നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാവുന്നത്. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവേ, നിന്റെ ശക്തി ഞങ്ങളിൽ പ്രകടമാവട്ടെ.
ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ കുറവുകളിൽ, ഞങ്ങളുടെ അധ്വാനങ്ങളിൽ, ഞങ്ങളുടെ ഭാരങ്ങളിൽ, ഞങ്ങളുടെ തഴക്കദോഷങ്ങളിൽ കർത്താവെ അങ്ങ് അനുഗ്രഹമായി ഉത്തരമായിട്ട് കടന്നു വരണമേ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഓരോ വ്യക്തികളിലും പ്രവർത്തിക്കട്ടെ. സകല വ്യക്തികളിലും കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഭാരം കർത്താവ് എടുത്ത് മാറ്റുന്നു. ദൈവിക കൃപ കൊണ്ട് നിറയ്ക്കപ്പെടുന്നു. ആരാധന, 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 ആരാധന. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഓ കർത്താവ്, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കർത്താവിൻ്റെ വലിയ കൃപയാണ് ഒഴുകുന്നത്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ ബലഹീനതയിൽ നിന്റെ കൃപയാണ് എനിക്ക് ബലം. കൃപ കൊണ്ട് മാത്രമാണ്. കർത്താവേ, ഒത്തിരി ഭാരമുണ്ട്, അധ്വാനമുണ്ട്, വിഷമമുണ്ട്, കണ്ണുനീരുണ്ട്, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. പക്ഷേ നിന്റെ കൃപ, അതാണ് എൻ്റെ ആശ്വാസം. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കൃപയാലെ കർത്താവ് ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. കൃപ സംഭവിക്കട്ടെ കർത്താവേ. ആമേൻ. യെസ്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഇതിന്റെ കൃപ നിറയപ്പെടട്ടെ. ആമേൻ. കൃപയാലേ. ആമേൻ. പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങളിൽ ഭാരമുള്ളവരെ ഇതാ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ കൃപ കൊണ്ട് നിറയ്ക്കുകയാണ്. ചില സംഭാഷണങ്ങളിൽ താളം തെറ്റി പരസ്പരം വഴക്ക്, അസ്വസ്ഥത, വ്യക്തിബന്ധങ്ങൾ വീഴ്ച വന്നവരിലേക്ക് ഇതാ ദൈവിക ശക്തി നിറയുകയാണ്. പരസ്പരം സംസാരിക്കാൻ, ക്ഷമിക്കാൻ, പൊറുക്കാൻ കർത്താവ് കൃപ നൽകുകയാണ്. പരസ്പരം മനസ്സിലാക്കാനുള്ള കൃപ നൽകുകയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ശക്തി നിന്റെ മേൽ ഒഴുകുന്നുണ്ട്. കുടുംബങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക് കർത്താവിന്റെ കൃപയൊഴുകുന്നു. കൃപയാലേ. 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 ആമേൻ. കൃപയാൽ അനേക ശാരീരിക രോഗപീഠകൾ കർത്താവ് നിനക്ക് സൗഖ്യം നൽകുന്നു. മാനസിക ദുഃഖം അനുഭവിക്കുന്ന അനേകരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് അനേകരിൽ ആ കൃപ സംഭവിക്കുന്നു. മാനസിക ദുഃഖമുള്ള അനേകരെ കർത്താവ് ചേർത്ത് പിടിക്കുന്നു, ആശ്വാസം നൽകുന്നു. കൃപയാലേ. 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 സംഭവിക്കട്ടെ. കൃപയാലേ. ആമേൻ. കൃപയാലേ. ആമേൻ. കൃപയാലനുദിനം. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും അധ്വാനത്തിലേക്ക്, ഭാരത്തിലേക്ക് കർത്താവിൻ്റെ കൃപ നിറയപ്പെടട്ടെ. നിന്റെ ഉത്കണ്ഠയും ഭാരവും കർത്താവ് ഏറ്റെടുക്കുന്നു. മത്തായി സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് നിറയട്ടെ. ശക്തമായ തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ തന്നെ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാരം കർത്താവ് മാറ്റുന്നു. കർത്താവ് സ്വസ്ഥത നൽകുന്നു, ആശ്വാസം നൽകുന്നു. ശരീരത്തിൽ നീർക്കെട്ട് മൂലം ദിവസങ്ങളായി വല്ലാണ്ട് വിഷമിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള കൃപയാണ് ഒഴുകുന്നത്. സെലിൻ എന്നുള്ള മറ്റൊരു സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈശോയുടെ കൃപ നിന്റെ മേൽ ഒഴുകുന്നു. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക, അത് ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും എന്ത് ഭാരമാണോ, എന്ത് അധ്വാനമാണോ, ദുഃഖമാണോ നിന്നെ വിഷമിപ്പിക്കുന്നത്, ആ വിഷയത്തിൽ എൻ്റെ ഈശോ എനിക്ക് ആശ്വാസം നൽകുന്നു എന്ന് വിശ്വസിച്ച് മുട്ടുകുത്തുക. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം, യെസ്, എൻ്റെ കർത്താവ് മോശയ്ക്ക് കൊടുത്ത വാഗ്ദാനം എന്നിൽ സംഭവിക്കുന്നു. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കർത്താവെ,
അങ്ങ് തന്നെ മോശയോടുകൂടെ എന്നതുപോലെ എൻ്റെ മേലും വന്ന് എനിക്ക് ആശ്വാസം നൽകുന്നു. വിശ്വസിച്ച് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും